ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ഇംഗ്ലീഷാണ്. മെഡിക്കൽ ഇംഗ്ലീഷ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഡോക്ടേഴ്സിനെ പേഷ്യൻ്റ് കാണാൻ പോകുമ്പോൾ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഭാഷകൾ അല്ലെങ്കിൽ പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഡയലോഗ്സ്, ഡോക്ടർ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ്, എന്നിട്ട് ഡയഗ്നോസ് ചെയ്യുന്നു, അതിന് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത്തരം ഘട്ടങ്ങളിൽ എന്തൊക്കെ ഡയലോഗ്സാണ് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന ഡയലോഗ്സിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിലാക്കുക എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിങ് ദ പേഷ്യൻറ്റിനെ ഡോക്ടർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പേഷ്യൻറ്റിനോട്. സോ എനി പെയിൻ ഇൻ യുവർ മസിൽസ്, പെയിൻ ഇൻ യുവർ മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാമാറ്റിക്കലി ഈസ് ദെയർ എനി പെയിൻ ഇൻ യുവർ മസിൽസ് എന്നാണ്. നിങ്ങൾക്ക് മസിലുകളിൽ പെയിൻ ഉണ്ടോ? എനി പെയിൻ ഇൻ യുവർ നോസ്, എനി പെയിൻ ഇൻ യുവർ ബാക്ക്. ഓക്കെ, ക്യാൻ യു ഡിസ്ക്രൈബ് ദ പെയിൻ? വേദന ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെയാണ് ആ വേദന വരുന്നത്? ക്യാൻ യു ഡിസ്ക്രൈബ് ദ സിംറ്റംസ്? ഡിഡ് ദ ടാബ്ലെറ്റ്സ് ഹെൽപ്പ്? ഗുളിക കഴിച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടോ? അവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കല്ല. ഗുളിക കഴിച്ചിട്ട് അതുകൊണ്ട് ഗുണമുണ്ടോ? ഡിഡ് ദ ടാബ്ലെറ്റ്സ് ഹെൽപ്പ്? ഡിഡ് ദ സിറപ്പ് ഹെൽപ്പ്? ഡിഡ് ദി ഇഞ്ചക്ഷൻ ഹെൽപ്പ്? ഇനി അതേപോലെ ഹാവ് യു നോട്ടീസ് എനി പ്രോബ്ലംസ് വിത്ത് യുവർ ഐസൈറ്റ്? നിങ്ങൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഹാവ് യു നോട്ടീസ്ഡ് എനി പ്രോബ്ലംസ് ഇൻ യുവർ സ്റ്റൂൾ? മലം പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയോ? ഹാവ് യു നോട്ടീസ്ഡ് എനി പ്രോബ്ലംസ് ഇൻ ഹിയറിംഗ്? കേൾക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ട് തോന്നിയോ? ഈസ് ടോയ്ലറ്റ് നോർമൽ? ടോയ്ലറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടീനെയാണ് കാണിക്കുന്നത്, അമ്മയോട് ചോദിക്കുകയാണ് അവന് ടോയ്ലറ്റിലൊക്കെ പോകുന്നതൊക്കെ കറക്റ്റ് തന്നെയാണോ? ഈസ് ടോയ്ലറ്റ് നോർമൽ? അപ്പോൾ ഡോക്ടർ പേഷ്യൻറ്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, അത് വായിക്കണം. ഇനി അടുത്ത എക്സാമിനേഷൻ പ്രൊസീജിയറാണ്. ഡോക്ടർ ചോദ്യങ്ങൾ ചോദിച്ചു, ഇനി എക്സാം ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. ബെൻഡ് യുവർ നീസ്, നിങ്ങൾ മുട്ടൊന്ന് മടക്കൂ. സ്റ്റാൻഡപ്പ്, വാക്ക്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ലൈ ഡൗൺ, നിങ്ങളൊന്ന് കമിഴ്ന്ന് കിടക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങളൊന്ന് കമിഴ്ന്ന് കിടക്കൂ. യു മസ്റ്റ് ലൈ ഡൗൺ. ഐ എം ഗോയിങ് ടു ഫിൽ ദ ടൂത്ത്. ഡെൻറ്റിസ്റ്റിനെയാണ് കാണിക്കാൻ പോയതെങ്കിൽ ഡെൻറ്റിസ്റ്റ് നമ്മളോട് പറയും ഐ എം ഗോയിങ് ടു ഫിൽ ദ ടൂത്ത്, ഞാൻ പല്ലടക്കാൻ പോവുകയാണ് കേട്ടോ. ഐ എം ഗോയിങ് ടു ഫിൽ ദ ടൂത്ത്. ഐ എം ഗോയിങ് ടു ലിസൺ യുവർ ചെസ്റ്റ്, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഞാൻ ചെസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഐ എം ഗോയിങ് ടു ലിസൺ ദ ചെസ്റ്റ്. ഈസ് ഇറ്റ് തിക്ക് ഓർ ലൈറ്റ്? നിങ്ങൾ ടോയ്ലറ്റ് തിക്കാണോ ലൈറ്റാണോ, കട്ടിയിലാണോ കനം കുറഞ്ഞാണോ പോകുന്നത്, അല്ലെങ്കിൽ യൂറിനൊക്കെ നമ്മളങ്ങനെ ചോദിക്കും ഈസ് ഇറ്റ് തിക്ക് ഓർ ലൈറ്റ്. അപ്പോൾ എക്സാമിനേഷൻ പ്രൊസീജിയറാണ്, ആ ഘട്ടങ്ങളിൽ സംസാരിക്കുന്ന ഡയലോഗ്സാണ്. ഇനി മെൻ്റൽ എക്സാമിനേഷൻ, അതായത് ഒരു മാനസിക വെല്ലുവിളിയുള്ള ആൾ പരിശോധിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ആർ യു നെർവസ് ഓർ ആങ്ഷ്യസ് അബൌട്ട് എനിത്തിങ്? നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയോ വിഷമോ ഉണ്ടോ? ആർ യു സെൽഫ് കോൺഷ്യസ്? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ബോധമുണ്ടോ? ആർ യു സെൽഫ് കോൺഷ്യസ്? ഡിഡ് യു ഡിസ്ലൈക്ക് ബീയിങ് ടോൾഡ് വാട്ട് ടു ഡു? ഡിഡ് യു ഡിസ്ലൈക്ക് ബീയിങ് ടോൾഡ് വാട്ട് ടു ഡു? ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അനിഷ്ടം തോന്നാറുണ്ടോ? അപ്പം നിങ്ങൾ പോയ സമയത്ത് കുളിക്കണം, അങ്ങനെയൊക്കെയാണ് മെൻ്റൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഡു യു പ്രിഫർ തിങ്സ് ടു ബി നീറ്റ് ആൻഡ് ടൈഡി? കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും വെടിപ്പും വേണം എന്ന് നിർബന്ധമുള്ള ആളാണോ നിങ്ങൾ? ഡു യു പ്രിഫർ തിങ്സ് ടു ബി നീറ്റ് ആൻഡ് ടൈഡി? ഡു യു സംടൈം ഫീൽ ലൈക്ക് ഹേർട്ടിങ് പീപ്പിൾ? ചില സമയത്ത് ആളുകളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? മാനസികമായ പ്രോബ്ലംസ് ഉള്ള ആളുകളോട് ഒരു മാനസിക രോഗ വിദഗ്ധൻ, സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ആയിട്ടുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആ ഡയലോഗ്സാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ പുസ്തകത്തിലുണ്ട്. ദെൻ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെൻറ്റ്. ഇനി ഡയഗ്നോസിസ് ചെയ്യുന്ന രോഗം എന്താണെന്ന് കണ്ടെത്തുന്നു, പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഉപയോഗിക്കുന്ന ഡയലോഗ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡു നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ, ആൽക്കഹോൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ മദ്യം കഴിക്കരുത്. ഡോണ്ട് സ്മോക്ക്, പുകവലിക്കരുത്. ഐ കാൺ ഫൈൻഡ് എനിത്തിങ് സീരിയസ്ലി റോങ് വിത്ത് യു? സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല. ഐ കാൺ ഫൈൻഡ് എനിത്തിങ് സീരിയസ്ലി റോങ് വിത്ത് യു. ഹാവ് എൻ എക്സ്റേ ഓഫ് യുവർ ഷോൾഡർ ആൻഡ് ബാക്ക്. നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെയും ബാക്കിൻ്റെ ഒരു എക്സ്റേ എടുത്തിട്ട് വരൂ. ഇറ്റ് ഓൾ പോയിൻറ്റ്സ് ടു TB. ഇതൊക്കെ കൂടി നമ്മളിപ്പോൾ നടത്തിയ പരീക്ഷണങ്ങളിൽ എനിക്ക് മനസ്സിലായത്, ഡയഗ്നോസിസ് എനിക്ക് മനസ്സിലായത് ഇത് TB ആണ് എന്നാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇറ്റ് ഓൾ പോയിൻറ്റ്സ് ടു TB, ഇറ്റ് ഓൾ പോയിൻറ്റ്സ് ടു വൈറൽ ഫീവർ. 1 ടീസ്പൂൺ ഡെയിലി, ഒരു ദിവസം 1 ടീസ്പൂൺ ഒരു ദിവസം കഴിക്കുക. അപ്പോൾ ഡയഗ്നോസിസ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി. ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ പുസ്തകത്തിലുണ്ട്.
ഇനി പേഷ്യൻസ് ജനറലി യൂസ് ചെയ്യുന്ന കുറേ ഡയലോഗ്സ് ആണ്. ഡു ഐ നീഡ് സ്റ്റിച്ചസ്, എനിക്ക് സ്റ്റിച്ച് ആവശ്യമുണ്ടോ? ഡു ഐ നീഡ് ഇഞ്ചക്ഷൻ? ഡു ഐ നീഡ് റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ടോ? ഹൗസ് ഇറ്റ് ഡോക്ടർ, ഡോക്ടർ എങ്ങനെയുണ്ട്? ഹൗസ് ഇറ്റ് ഡോക്ടർ? ഐ കാൺ ഗെറ്റപ്പ്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഗെറ്റപ്പ്, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഡ്രിങ്ക്, എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഈറ്റ്, എനിക്ക് തിന്നാൻ കഴിയുന്നില്ല. ഐ കോഫ് എ ലോട്ട്, ഞാൻ ഒരുപാട് ചുമയ്ക്കുന്നുണ്ട്. ഐ സ്നീസ് എ ലോട്ട്, ഒരുപാട് സ്നീസിങ് വരുന്നുണ്ട്. ദെൻ ഐ ഹാഡ് എ ഹേർണിയ, എനിക്ക് ഹേർണിയ ഉണ്ടായിരുന്നു, ആന്ത്രവായുവിൻ്റെ അസുഖം മുമ്പുണ്ടായിരുന്നു. പേഷ്യൻസ് ജനറലി ഉപയോഗിക്കുന്ന ഇത്തരം വാചകങ്ങൾ, ഡയലോഗ്സ് ഇനിയും നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി നിങ്ങൾ വായിക്കുക. ഇനി സ്പീക്ക് അബൌട്ട് ദെയർ മെൻ്റൽ സ്റ്റേറ്റ്, അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് പേഷ്യൻസ് പറയുന്ന വാചകങ്ങളാണ്, ഡയലോഗ്സാണ്. ഐ എം ഡിപ്രസ്ഡ്, എനിക്ക് ആകെ നൈരാശ്യം തോന്നുന്നു. ഐ ഹാവ് ബീൻ ഹിയറിങ് വോയിസസ്, ശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്ന പോലെ തോന്നുന്നു. ഐ വറി അബൌട്ട് ലിറ്റിൽ തിങ്സ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ഐ ഫീൽ ഹോപ്പ്ലെസ്, പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ തോന്നുന്നു. ഐ ടോക്ക് ഇൻ മൈ സ്ലീപ്പ്, ഉറക്കത്തിൽ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ മെൻ്റൽ പേഷ്യൻസ് സംസാരിക്കുന്ന, മാനസികമായ പ്രോബ്ലംസ് ഉള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. ഞാൻ അഗെയിൻ പറയുന്നു, പുസ്തകത്തിൽ ഇതിൻ്റെ ഒരുപാട് വേർഷൻസ് ഉണ്ട്, അതെല്ലാം വായിക്കുക. ഇത് ജനറലായിട്ട് പറയുന്നത്, ഹി ഡസൻ ലുക്ക് വെരി വെൽ, അവനൊരു സുഖമില്ലാത്ത പോലെ തോന്നുന്നു. ഹി ഡസൻ ലുക്ക് വെരി വെൽ. ഹി ഫെൽ ഓഫ് എ ലാഡർ, അവനൊരു കോണി വന്ന് വീണു. ഹി ഹാസ് എ സിവിയർ ബാക്ക് ഏക്ക്, അവന് ഭയങ്കര പുറം വേദന ഉണ്ട്. ഹി ലുക്സ് മച്ച് ബെറ്റർ, ഇപ്പം നല്ല കുറച്ചും കൂടി ഉഷാറായ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഡയലോഗ്സാണ്. ഇനി നമ്മൾ അപ്പോൾ മെഡിക്കൽ ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി ഇമേജ് ബിൽഡിംഗ് വേർഡ് ഗ്രൂപ്പ്സ് ആണ്. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏത് ഭാഷയാണെങ്കിലും സംസാരത്തിൻ്റെ രീതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയെയും അറിവിനെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ ബോട്ട് യു സം കാൻഡി, ഞാൻ നിനക്ക് കുറച്ച് മിഠായി വാങ്ങി. ഐ ബോട്ട് സം കാൻഡി, ഐ ബോട്ട് ദം സം കാൻഡി. ഐ ബോട്ട് ചിൽഡ്രൻ സം കാൻഡി. ഐ ബോട്ട് ഹിം സം കാൻഡി. ഐ ബോട്ട് ഹർ സം കാൻഡി. ഐ ബോട്ട് ഇറ്റ് സം കാൻഡി. ഐ ബോട്ട് ഫ്രണ്ട് സം കാൻഡി. ഐ ബോട്ട് ബൈജു സം കാൻഡി. നെക്സ്റ്റ്, ഐ കെയിം ആസ് സൂൺ ആസ് ഐ ഹേർഡ്, കേട്ട ഉടനെ തന്നെ ഞാൻ വന്നു. ഐ കെയിം ആസ് സൂൺ ആസ് ഐ ഹേർഡ്. യു കെയിം ആസ് സൂൺ ആസ് യു ഹേർഡ്. വി കെയിം ആസ് സൂൺ ആസ് വി ഹേർഡ്. ദേ കെയിം ആസ് സൂൺ ആസ് ദേ ഹേർഡ്. ടീച്ചേഴ്സ് കെയിം ആസ് സൂൺ ആസ് ദേ ഹേർഡ്. ഹി കെയിം ആസ് സൂൺ ആസ് ഹി ഹേർഡ്. ഷീ കെയിം ആസ് സൂൺ ആസ് ഷീ ഹേർഡ്. ഇറ്റ് കെയിം ആസ് സൂൺ ആസ് ഇറ്റ് ഹേർഡ്. ടീച്ചർ കെയിം ആസ് സൂൺ ആസ് ഹി ഹേർഡ്. ബൈജു കെയിം ആസ് സൂൺ ആസ് ബൈജു ഹേർഡ്. ഹി ബിഹേവ്ഡ് ആസ് ഇഫ് ഈസ് ദ ബോസ്, അവനാണ് ബോസ് എന്ന രീതിയിൽ അവൻ പെരുമാറി. ഐ ബിഹേവ്ഡ് ആസ് ഇഫ് ഐ ആം ദ ബോസ്. യു ബിഹേവ്ഡ് ആസ് ഇഫ് യു ആർ ദ ബോസ്. വി ബിഹേവ്ഡ് ആസ് ഇഫ് വി ആർ ദ ബോസ്. ദേ ബിഹേവ്ഡ് ആസ് ഇഫ് ദേ ആർ ദ ബോസസ്. ഹി ബിഹേവ്ഡ് ആസ് ഇഫ് ഹി ഈസ് ദ ബോസ്. ഷീ ബിഹേവ്ഡ് ആസ് ഇഫ് ഷീ ഈസ് ദ ബോസ്. ഇറ്റ് ബിഹേവ്ഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് ദ ബോസ്. ടീച്ചർ ബിഹേവ്ഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് ദ ബോസ്. ഹി ഈസ് ദ ബോസ്. ബൈജു ബിഹേവ്ഡ് ആസ് ഇഫ് ബൈജു ഈസ് ദ ബോസ്. അപ്പോൾ ഇമേജിങ് വേർഡ് ഗ്രൂപ്പ്സ് ആണ്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് വേർഷൻസ് പുസ്തകത്തിലുണ്ട്. ഇനി അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ, നാമവിശേഷണം എന്ന് പറയും. ഒരു നാമത്തെ വിശേഷിപ്പിക്കുകയാണ്. സി, എ ടെറിബിൾ ഹെഡേക്ക്. ഐ ഹാവ് എ ടെറിബിൾ ഹെഡേക്ക്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ട്. ഹി ഹാസ് എ ടെറിബിൾ ഹെഡേക്ക്, അവൾക്ക് ഭയങ്കര തലവേദന, ഭയങ്കരം കഠിനമായ. ദെൻ എ ടോയ് കാർ. ഐ ബോട്ട് എ ടോയ് കാർ, ഞാനൊരു പാവ കാർ വാങ്ങി, ഡോൾ കാർ വാങ്ങി. ആൻ അഗ്ലി മഗ്, ദേ ഗേവ് മീ വാട്ടർ വിത്ത് ആൻ അഗ്ലി മഗ്, ഒരു വൃത്തികെട്ട പാത്രത്തിലാണ് അവരെനിക്ക് വെള്ളം തന്നത്. ആൻ എക്സ്പെക്റ്റഡ് വിസിറ്റർ, ഹീസ് ആൻ എക്സ്പെക്റ്റഡ് വിസിറ്റർ, അവനെ ഞാൻ പ്രതീക്ഷിച്ച ഒരു സന്ദർശകനായിരുന്നു അദ്ദേഹം. ഈസ് ആൻ എക്സ്പെക്റ്റഡ് വിസിറ്റർ. എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി, ഇറ്റ് ഈസ് എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ലേൺ ഇംഗ്ലീഷ്. ഇത് നിങ്ങൾക്ക് വളരെ വിരളമായ ഒരു അവസരമാണ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അനന്യമായ ഒരു അവസരമാണ്. എ വാലിഡ് പാസ്പോർട്ട്, ഐ ഹാവ് എ വാലിഡ് പാസ്പോർട്ട് ടു ഗോ അബ്രോഡ്, എൻ്റെ പാസ്പോർട്ടിൽ ഡേറ്റ് ഉണ്ട് എനിക്ക് പുറത്ത് പോകാൻ. എ വാം ബെഡ്, ഐ സ്ലെപ്റ്റ് ഇൻ എ വാം ബെഡ്, നല്ല ചൂടുള്ള
ബെഡിൽ ഞാൻ കിടന്നു, ചൂടുള്ള വാമായിട്ട് വെട്ടാവാത്തൊരു ബെഡിൽ ഞാൻ കിടന്നു. അപ്പോൾ ഇതൊക്കെ അഡ്ജക്റ്റീവ് പ്ലസ് നൗണാണ്. ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ വളരെ അനിവാര്യമാണ്. പുസ്തകത്തിൽ ഒരുപാട് നമ്മൾ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് ഫ്രേസൽ വേർബ്സ് പിന്നെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കൂടിയും മനസ്സിലാക്കുക. സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം മാറും എന്ന് മനസ്സിലാക്കണം. ബാക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ പിൻവലിക്കുക എന്നാണ് അർത്ഥം. വിഡ്രോ ചാർജസ്. ഹീ ബാക്ക് ഡൗൺ ദി അലിഗേഷൻ എഗൻസ്റ്റ് ദ ഫിലിം സ്റ്റാർ. സിനിമാ നടിക്കെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം പിൻവലിച്ചു. കോൾ ബാക്ക്, ഐ വിൽ കോൾ ബാക്ക് ആഫ്റ്റർ ദിസ് വർക്ക്. ഈ വർക്കിന് ശേഷം ഞാൻ തന്നെ തിരിച്ചു വിളിക്കാം. ഡു എവേ, യു പ്ലീസ് ഡു ഈഗോ എവേ. നീ നിൻ്റെ ആ ഈഗോനെ അങ്ങ് കൊല്ല്. ഡു എവേ എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഫേസ് അപ്പ്, ബി ഓണസ്റ്റ് ആൻഡ് കറേജസ്. ധീരതയോടെ പിന്നെ നേരിടുക. അതിനാണ് ഫേസ് അപ്പ് എന്ന് പറഞ്ഞാൽ. ഐ ആം റെഡി ടു ഫേസ് അപ്പ്. ഞാൻ റെഡിയാണ്, എല്ലാ ചലഞ്ചസിനെയും നേരിടാൻ ഞാൻ റെഡിയാണ്. ഫേസ് അപ്പ്, ഐ ആം റെഡി ടു ഫേസ് അപ്പ് എനി ചലഞ്ചസ്. ഗെറ്റ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. ഐ കാൺ ഗെറ്റ് അറൗണ്ട് വാട്ട് യു ആർ സെയിങ്. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോൾഡ് ഓഫ്, യു ഷുഡ് ബി ഏബിൾ ടു ഹോൾഡ് ഓഫ് ഓൾ ദി അറ്റാക്സ്. എല്ലാ തരം ആക്രമണങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാൻ നിനക്ക് കഴിയണം. ഹോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ്. ജാക്കപ്പ്, ക്യാൻ യു ജാക്കപ്പ് മൈ സാലറി. എൻ്റെ സാലറി കൂട്ടാൻ പറ്റുമോ. ജാക്കപ്പ് എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഫ്രേസൽ വേർബ്സ് ആണ്. ലേ ഓഫ്, മോളസ്റ്റിംഗ്. ദ ബോയ് വാസ് ട്രൈൻ ടു ലേ ഓഫ് ദി ഗേൾ. ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. മെസ്സപ്പ്, ദേ മെസ്സപ്പ് ദ സിറ്റുവേഷൻ. അവർ ആ സാഹചര്യത്തെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്തു. മെസ്സപ്പ് എന്ന് പറഞ്ഞാൽ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. ഓപ്റ്റ് ഔട്ട്, ഹീസ് ഓപ്റ്റ് ഔട്ട് ഫ്രം ദ മീറ്റിംഗ്. ഹി ഹാസ് ഓപ്റ്റ് ഔട്ട് ഓഫ് ദ മീറ്റിംഗ്. അവന് മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുക. പാസ് ഓൺ, വാക്ക് ടുവേർഡ്സ് ഫോർവേഡ് വിതൗട്ട് സ്റ്റോപ്പ്. ദേ പാസ്ഡ് ഓൺ ടു ദ കളക്ട്രേറ്റ്. അവർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് ചെയ്തു. അവർ നിർത്താതെ പോയി. റൺ അവേ, ഗെയിൻ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ്. കൺട്രോൾ പിന്നെ ഇല്ലാതായി എന്ന് പറയാൻ റൺ അവേ. ഷീ റാൻ അവേ ഫ്രം ഹർ റെസ്പോൺസിബിലിറ്റീസ്. അവളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൾ കംപ്ലീറ്റായിട്ട് പരാജയപ്പെട്ടു. സേവ് അപ്പ്, റിസർവ്. ഐ ഹാവ് സേവ് അപ്പ് സം മണി ടു ബൈ എ കാർ. ഞാൻ കാറ് വാങ്ങാൻ വേണ്ടി കുറച്ച് പണം സ്വരൂപിച്ചു. ടേക്ക് അവേ, റിമൂവ്, സബ്ട്രാക്ട്. രണ്ടർത്ഥമുണ്ട്. പിന്നെ കുറക്കുക എന്നർത്ഥമുണ്ട്, റിമൂവ് ചെയ്യുക. ടേക്ക് ദ ബാഗ് അവേ ഫ്രം ദ റൂമിൽ നിന്ന് ബാഗ് എടുത്ത് മാറ്റ്. ടേക്ക് 19 ഫ്രം 20. 20യിൽ നിന്ന് 90 അവേ ഫ്രം 20. 20യിൽ നിന്ന് 19 കുറക്ക്. വേൺ ഡൗൺ, ഗ്രാജുവലി ബിക്കം തിന്നർ. ഐ ഹാവ് വേൺ ഡൗൺ. ഞാൻ ക്രമേണ മെലിഞ്ഞു വന്നു. ദീസ് ആർ ദ ഫ്രേസൽ വേർബ്സ് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ അത്യാവശ്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കെടുത്തുക എന്നതിന് എക്സ്റ്റിങ്വിഷ് എന്ന് പറയുന്നതിന് പകരം പുട്ട് ഔട്ട് എന്ന പിന്നെ ഫ്രേസൽ വേർബ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഗെറ്റ് അപ്പ്, ഗെറ്റ് അറൗണ്ട്, ഗെറ്റ് ഇൻ, ഇത്തരത്തിലുള്ള ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ സംസാരത്തിൽ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് ഫ്രേസൽ വേർബ്സും അതിൻ്റെ മീനിങ്സും ബുക്കിലൂടെ ഞാൻ തന്നിട്ടുണ്ട്. ഇനി വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് നമ്മൾ സംസാരിക്കാൻ പോവാണ്. ഗുഡ് ആൻഡ് ബാഡ്, ഫാമിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഗാർഡനിങ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കമ്പ്യൂട്ടർ ഇംഗ്ലീഷ്, ക്രൈം, നേച്ചർ, ബിൽഡിംഗ് ആൻഡ് ഹോം. സോ നമുക്ക് ആദ്യം ഗുഡ് ആൻഡ് ബാഡിനെ കുറിച്ച് സംസാരിക്കാം. ഹിസ് ഫ്രഞ്ച് വാസൻറ്റ് ആസ് ഗുഡ് ആസ് ഹിസ് ഇംഗ്ലീഷ് ബട്ട് ഗുഡ് ഇനഫ്. അവൻ്റെ ഫ്രഞ്ച് ഇംഗ്ലീഷിൻ്റെ അത്ര നല്ലതല്ല, പക്ഷെ കുഴപ്പമില്ല. ഗുഡ് ഇനഫ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. മൈ ഫ്രഞ്ച് ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് മൈ ഇംഗ്ലീഷ് ബട്ട് ഗുഡ് ഇനഫ്. യുവർ തമിഴ് ഈസിൻറ്റ് ആസ് ഗുഡ് ആസ് മലയാളം ബട്ട് ഗുഡ് ഇനഫ്. ഓക്കെ. ഹീ ഈസ് വെരി ഏബിൾ ലോയർ. ഹീ ഈസ് എ വെരി ഏബിൾ ലോയർ. അവനൊരു കഴിവുള്ള വക്കീലാണ്. ഐ എം എ വെരി ഏബിൾ ലോയർ. യു ആർ എ വെരി ഏബിൾ ലോയർ. വി ആർ ഏബിൾ ലോയേഴ്സ്. ദേ ആർ ഏബിൾ ലോയേഴ്സ്.
Students are able lawyers. She is a very able lawyer. It is a very able lawyer. Hussein is a very able lawyer. Baiju is a very able lawyer. All the players were good, but he was easily the best. എല്ലാവരും നല്ലവരാണ്, എല്ലാ കളിക്കാരും നല്ലവരാണ്, പക്ഷെ അവനാണ് ഏറ്റവും ബെസ്റ്റ്. All the players were good, but I was easily the best. All the players were good, but she was easily the best. All the players were good, but you were easily the best. Okay, then I don't think it was an honest answer. അത് നല്ല സത്യസന്ധമായ മറുപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. I don't think it was an honest answer. His work is first class. അവൻ്റെ പ്രകടനം വളരെ നല്ലതാണ്. Your work is first class. Our work is first class. Their work is first class. Students' work is first class. Her work is first class. Baiju's work is first class. അപ്പം നല്ലത് ചീത്ത എന്നതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഡയലോഗ്സാണ് കൂടുതൽ പുസ്തകത്തിലുണ്ട്. ബാഡ്, ഇനി ചീത്ത ഒന്നുകൂടി പറയാണ്. ഐ ഡോണ്ട് തിങ്ക് ഈസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ജോബ്. അവൻ ആ ജോലിക്ക് പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് യു ആർ സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ജോബ്. ഐ ഡോണ്ട് തിങ്ക് ഷീ ഈസ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ജോബ്. ഐ ഡോണ്ട് തിങ്ക് ബൈജു സ്യൂട്ടബിൾ ഫോർ ദാറ്റ് ജോബ്. ദ ന്യൂ ബോസ് ഈസ് ഓൾവേസ് നാസ്റ്റി ടു മീ. പുതിയ മുതലാളി എപ്പോഴും എന്നോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. The new boss is always nasty to us. The new boss is always nasty to them. The new boss is always nasty to you. The new boss is always nasty to teachers. The new boss is always nasty to him. The new boss is always nasty to her. The new boss is always nasty to it. The new boss is always nasty to teacher. The new boss is always nasty to Farhat. The word was not up to the standard. ആ വാക്ക് സ്റ്റാൻഡേർഡിനനുസരിച്ചായില്ല. The word was not up to the standard. This is a boring subject. ഇതൊരു ബോറിംഗ് സബ്ജക്റ്റാണ്. It is immoral to deceive other people. മറ്റുള്ളവരെ ചതിക്കുക എന്ന് പറയുന്നത് ഒരു മോശം പരിപാടിയാണ്. It is immoral to cheat others. It is immoral to use bad words against others. ഇപ്പോൾ ചീത്തയെക്കുറിച്ചുള്ള വാചകങ്ങളും പിന്നെ ഡയലോഗ്സുമായി ഇത് കൂടുതൽ ബുക്കിൽ നോക്കി വായിക്കുക. നെക്സ്റ്റ്, ഫാമിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഗാർഡനിങ്. ഈസ് ദ ലാൻഡ് ദെയർ ഗുഡ് ഫോർ ഫാമിംഗ്? ആ സ്ഥലം പിന്നെ കൃഷിക്ക് അനുയോജ്യമാണോ? പ്രസ് ദ സീഡ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവർ ഇറ്റ് ലൈറ്റ്ലി. വിത്ത് പിന്നെ നിലത്ത് അമർത്തിയിട്ട് അത് കുറച്ച് മണ്ണ് കൊണ്ട് മൂട്. ദെയർ കൺട്രി സ്ട്രോങ് ബോത്ത് ഇൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. അവരുടെ രാജ്യം വ്യവസായത്തിലും കൃഷിയിലും നല്ല പുരോഗതി കൈവരിച്ച രാജ്യമാണ്. ഫാമേഴ്സ് വെർ പ്രിപ്പയറിംഗ് ദി എർത്ത് ആൻഡ് വർക്കിംഗ് ഓൺ ഇറ്റ് ടു ഗ്രോ പൊട്ടറ്റോസ് പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി അവരുടെ നിലം ഉഴുതു മറിക്കുകയായിരുന്നു കർഷകർ. അപ്പോൾ അഗ്രികൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ്. ദെൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഹിസ് ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് റണ്ണിങ്. അവൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം ഫുട്ബോളും റണ്ണിങ് ആണ്. മൈ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് റണ്ണിങ്. യുവർ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് റണ്ണിങ്. അവർ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് റണ്ണിങ്. their ഫേവറേറ്റ് സ്പോർട്സ് ആർ football and running. Teachers' favorite sports are football and running. His favorite sports and sports are football and running. Her favorite sports are football and running. Its favorite sports are football and running. Friends' favorite sports are football and running. Hussein's favorite sports are football and running. He is brilliant cricketer and true sportsman. അവനൊരു നല്ല കഴിവുള്ള ക്രിക്കറ്ററാണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളാണ്. ഐ ആം എ ബ്രില്യൻറ്റ് ക്രിക്കറ്റർ ആൻഡ് സ്പോർട്സ്മാൻ, ട്രൂ സ്പോർട്സ്മാൻ. യു ആർ എ ബ്രില്യൻറ്റ് ക്രിക്കറ്റർ ആൻഡ് ട്രൂ സ്പോർട്സ്മാൻ. വി ആർ ബ്രില്യൻറ്റ് സ്പോർട്സ്മാൻ ആൻഡ് ട്രൂ cricketer. They are brilliant cricketers and true sportsmen. She is a brilliant cricketer and true sportswoman. It is a brilliant cricketer and true sports person. Baiju is a brilliant cricketer and true sports person. Then who beat them in the semi-finals? ആരെയാണ് അവർ സെമിയിൽ തോൽപ്പിച്ചത്? He played a really bad shot this time. അവന് ഒരു മോശം ഷോട്ടാണ് പ്രാവശ്യം കളിച്ചത്. I played a really bad shot this time. You played a really bad shot this time. He played a really bad shot this time. Hussein played a really bad shot this time. Sachin played a really bad shot this time. Don't let your serve go into the net again. നീ ഇനി സെർവ് ചെയ്യുമ്പോൾ നെറ്റിലേക്ക് തന്നെ വീണ്ടും അടിക്കരുത്.
ഡോണ്ട് ലെറ്റ് യുവർ സെർവ് ഗോയിങ് ടു ദ നെറ്റ് അഗെയിൻ. ഇപ്പോൾ സ്പോർട്സിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷായി. ഇനി എസെൻഷ്യൽ കമ്പ്യൂട്ടർ ഇംഗ്ലീഷ്. ഡു യു നോ ഹൗ ടു യൂസ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്കറിയോ? ആർ യു ന്യൂ ടു കമ്പ്യൂട്ടേഴ്സ്? നീ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് യൂസ് ചെയ്യണം. ദ ബിൽസ് വെയർ മെയ്ഡ് ബൈ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ബില്ലുകളാണത്. ക്യാൻ യു ഷോ മീ ഹൗ ടു ലോഡ് ദിസ് പ്രോഗ്രാം ഓൺ ടു കമ്പ്യൂട്ടർ? എങ്ങനെയാണ് പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ ചെയ്യാമെന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഡയലോഗ്സ് പറയാൻ നമുക്ക് ഇംഗ്ലീഷായി. ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻസ് ബുക്കിലുണ്ട്. ഇനി ക്രൈം, കുറ്റകൃത്യങ്ങൾ. ദർ വെർ 2 പോലീസ്മെൻ ഓൺ പെട്രോൾ അറ്റ് ദാറ്റ് നൈറ്റ്. ആ രാത്രി പോലീസ് 2 പേര് പെട്രോളിലുണ്ടായിരുന്നു. മെനി ടൂറിസ്റ്റ് ആർ വിക്ടിംസ് ഓഫ് പെറ്റി തെഫ്റ്റ്. ചെറിയ ചെറിയ തരത്തിലുള്ള കളവിന്, മോഷണത്തിന് ഇരയാവുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ഇതിനു മുമ്പ് ഇരയായിട്ടുണ്ട്. ദീസ് ആർ മൈനർ ട്രാഫിക് ഒഫൻസസ്. ഇതൊക്കെ ചെറിയ ട്രാഫിക് കുറ്റകൃത്യങ്ങളാണ്. ഈസ് ഇൻവോൾവ് ഇൻ ദ സ്കാൻഡൽ. ആ കുംഭകോണത്തിൽ അവൻ ഉൾപ്പെട്ടിട്ടുണ്ടോ? ദ ബോംബ്സ് ഫെയിൽ ടു എക്സ്പ്ലോഡ്. ബോംബ് പൊട്ടിയില്ല. അപ്പോൾ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പറയാനുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സ് ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിലുണ്ട്. ഇനി നേച്ചർ, പ്രകൃതി. ദ ഗ്രാസ് വാസ് വെരി ഗ്രീൻ. അവിടുത്തെ പുല്ല് നല്ല പച്ചയായിരുന്നു. വി കുഡ് സീ ദ ബേർഡ്സ് ബാത്തിങ് ഓൺ ദ എഡ്ജസ് ഓഫ് ദ സ്ട്രീംസ്. അരുവികൾക്കരികിൽ പക്ഷികൾ ഇങ്ങനെ കളിച്ച് അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നത് കാണാമായിരുന്നു. വി കുഡ് സീ ദ ബേർഡ്സ് ബാത്തിങ് ഓൺ ദ എഡ്ജസ് ഓഫ് ദി സ്ട്രീംസ്. ദ ഹിൽസ് ലുക്ക് ബ്യൂട്ടിഫുൾ അഗൈൻസ്റ്റ് ദ ബ്ലൂ സ്കൈ. നീലാകാശത്തിന് കുറുകെ പിന്നെ കുന്നുകൾ കാണാൻ വളരെ മനോഹരമാണ്. ദ സ്കൈ വാസ് പെയിൽ ബ്ലൂ. ആകാശം പെയിൽ ബ്ലൂ കളറായിരുന്നു. ദേ സാറ്റ് ദേർ ഫീഡിങ് ദ ഡക്സ്. അവർ താറാവുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ നേച്ചറിനെ, പ്രകൃതിയെക്കുറിച്ച് പറയാൻ ഉള്ള ഡയലോഗ്സായി കൂടുതൽ പുസ്തകത്തിലുണ്ട്. ഇനി ബിൽഡിംഗ് ആൻഡ് ഹോം. ഹിയർ ഫാദർ ഈസ് എ ബിൽഡർ. അവളുടെ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാണ്. ഗോ അലോങ് ദ കോറിഡോർ. ആ കോറിഡോർ ഇടനാഴിയിലൂടെ പോകൂ. ദർ ഹൗസീസ് ഓഫ് എക്സലൻ്റ് കൺസ്ട്രക്ഷൻ. അവരുടെ വീട് അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ദേ ആർ ഇൻ ദി ഡൈനിങ് റൂം. അവർ ഡൈനിങ് റൂമിലാണ്. ദ ചെയർ ഈസ് ബ്രോക്കൺ. ചെയർ പൊട്ടിയിട്ടുണ്ട്. വി സ്റ്റോർ വാട്ടർ ഇൻ ദ ടാങ്ക്. ടാങ്കിലാണ് ഞങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്സ് ആൻഡ് ഹോമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷായി. അപ്പോൾ ഡിഫറെൻ്റ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു. ഇനി ഫോണറ്റിക് ചേഞ്ചസ്, അഥവാ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ലോപിച്ച് പറയുന്നു. 3 ടെക്നിക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. അസിമിലേഷൻ, ഇൻസേഷൻ, എലീഷൻ. ഓരോന്നായിട്ട് നോക്കാം. അസിമിലേഷൻ, ക്വയറ്റ് പ്ലീസ്. ആ ടി ഒഴിവാക്കുന്നു. എന്നിട്ട് എന്താവുന്നു? ക്വയ പ്ലീസ്. ഗെറ്റ് ബാക്ക്, ഗെ ബാക്ക്. ദാറ്റ് മാൻ, ദ മാൻ. ഫാറ്റ് ബുക്ക്, ഫാബ് ബുക്ക്. ഇനി ടി പി ആവുന്നു. അതായത് പ, ബ, മ എന്നിവയ്ക്ക് മുമ്പ് ടി വരുമ്പോൾ അതെന്താവുന്നു? പി ആയി മാറുന്നു. ഉദാഹരണത്തിന് എ നീറ്റ് പേഴ്സൺ, എനി പേഴ്സൺ. ദാറ്റ് മാൻ, ദാറ്റ് മാൻ. ഇൻ ഹോട്ട് പെർസ്യൂട്ട്, ഇൻ ഹോട്ട് പെർസ്യൂട്ട്. ഇനി അതേപോലെ ടി കാന്നാവുന്നു. ക, ഗ എന്നിവയ്ക്ക് മുമ്പ് വരുമ്പോൾ ഹോട്ട് കേക്ക്, ഹോ കേക്ക്. കാക്ക് മുമ്പാണ് വന്നത്, ഹോ കേക്ക്. സ്മാർട്ട് ഗേൾ, ഗാക്ക് മുമ്പ് ടി വന്നു, സ്മാർട്ട് ഗേൾ. ഫാറ്റ് ഗേൾ, ഫാറ്റ് ഗേൾ. ഇനി ടി പി ആവുന്നു എപ്പോൾ? WVF എന്നിവയ്ക്ക് മുമ്പ് വരുമ്പോൾ. കോമ്പീറ്റ് വിത്ത്, വാക്ക് മുമ്പാണ് വന്നത്, കോമ്പി വിത്ത്. നോട്ട് വെരി, വാക്ക് മുമ്പ് ടി വന്നു, നോട്ട് വെരി. ഇനി അതുപോലെ ടി എസ് ആവുന്നു എപ്പോൾ? എസ്സിന് മുമ്പ് വരുമ്പോൾ. വാട്ട് ഈസ് ദ മാറ്റർ, ടിക്ക് മുമ്പ് എസ് വന്നു, വാസ് എ മാറ്റർ. ബട്ട് സിംപ്ലി ബിക്കോസ്, ബട്ട് സിംപ്ലി ബിക്കോസ്. ലെറ്റ് സമ്മൺ എൽസ്, ലെറ്റ് സമ്മൺ എൽസ് ഡു ഇറ്റ്. ഇനി അതേപോലെ ടി എ ആവുന്നു എപ്പോൾ? താക്ക് മുമ്പ് വരുമ്പോൾ. ഉദാഹരണം ദാറ്റ് തിങ്, ദ തിങ്. ബട്ട് തിങ്ക് ഓഫ്, ബട്ട് തിങ്ക് ഓഫ്. ബിറ്റ് തിക്ക്, ബിറ്റ് തിക്ക്. കുഡിൻറ്റ് ഗെറ്റ് ത്രൂ, കുഡിൻറ്റ് ഗെറ്റ് ത്രൂ. ഇനി ടി ഡി ആയി മാറുന്നു ഡിക്ക് മുമ്പ് വരുമ്പോൾ. ഹോട്ട് ഡേ, ഹ ഡേ. വിതൗട്ട് ഡിലേ, വിതൗട്ട് ഡിലേ. ഇനി ടി 2 വൊവൽസിനിടയിൽ വരുമ്പോൾ അത് ഡി ആയി മാറുന്നു. ഇപ്പോൾ വാട്ടർ, ഇത് US ഇംഗ്ലീഷിലാണ് അങ്ങനെ വരുന്നത്.
വാട്ടർ നോക്കൂ, എ ഇയുടെ ഇടയിലാണ് ടി വന്നത്, അപ്പോൾ വാഡർ. ബെറ്റർ ബെഡർ, ബട്ടർ ബഡർ, ലേറ്റർ ലേഡർ, കട്ടിറ്റ് കഡിറ്റ്. ഇനി പ ബ മ എന്നിവയ്ക്ക് മുമ്പ് ബി വരുമ്പോൾ അത് ഡി എന്താവുന്നു, ബി ആവുന്നു. ഡി വരുമ്പോൾ അത് ബി ആവുന്നു. ബാഡ് പെൻ, കാരണം പാക്ക് മുമ്പാണ് വന്നത്, അപ്പോൾ ബാ പെൻ. റെഡ് ബുക്ക് റബ് ബുക്ക്, സാഡ് മെസ് സാമെസ്. ഇനി ഡി ഗ ആവുന്നു, ക ഗ എന്നിവയ്ക്ക് പിറകിൽ വരുമ്പോൾ ഹാർഡ് കവർ, ഡ കാക്ക് പിറകിലാണ് വന്നത്, അപ്പോൾ ഹാ കവർ. മെയ്ഡ് ഗുഡ് മേ ഗുഡ്, സാഡ് കണ്ടീഷൻ സാ കണ്ടീഷൻ. ഡി ബി ആവുന്നു, വാ ഡബ്ല്യു എഫിന് പിറകിൽ വരുമ്പോൾ വാട്ട് ഐ വാണ്ടഡ് വാസ്, വാട്ട് ഐ വാണ്ടി വാസ്, കാരണം ഡി വന്നത് വാക്ക് മുമ്പാണ്, വാണ്ടി വാസ്. ഗുഡ് വാല്യൂ വാക്ക് മുമ്പ് ഡി വന്നുകൊണ്ട് ഗു വാല്യൂ. ബാഡ് ഫോർ യുവർ ഹെൽത്ത്, ഫാക്ക് മുമ്പ് ഡി വന്നുകൊണ്ട് ബാ ഫോർ യുവർ ഹെൽത്ത്. ഇനി ഡി എൻ ആവുന്നു, എന്നിന് പിറകിൽ ഡി വരുമ്പോൾ ഐ കുഡിൻറ്റ് ഐ കൊണ്ട്, ഷീ വുഡിൻറ്റ് ഷീ വൂണ്ട്, ഷീ ഡിഡിൻറ്റ് ഷീ ഡിൻറ്റ്, ഗുഡ് നൈറ്റ് ഗു നൈറ്റ്, ബാഡ് നോയ്സ് ബാഡ് നോയ്സ്. ഇനി ദ ആവുന്നു, ദാക്ക് പിറകിൽ വരുമ്പോൾ ആഡ് ദീസ് ഫിഗേഴ്സ്, ദാക്ക് പിറകിൽ ഡ വന്നു, ആഡ് ദീസ് ഫിഗേഴ്സ്. റീഡ് ദിസ് ബുക്ക് റീഡ് ദിസ് ബുക്ക്, അഫോർഡ് ദിസ് അഫോർഡ് ദിസ്. ഇനി ഡി ടി ആവുന്നു, ടീക്ക് പിറകിൽ വരുമ്പോൾ വാണ്ടഡ് 20, ടീക്ക് മുമ്പാണ് ഡി വരുമ്പോൾ വാണ്ടി 20. ഈ കുഡ് ടച്ച് ഈ കുഡ് ടച്ച്. ഇനി എൻ എം ആവുന്നു, എപ്പോൾ പ ബ മ എന്നിവയ്ക്ക് മുമ്പ് എൻ വരുമ്പോൾ എം ആവുന്നു. ഗ്രീന് പെന്ന്, പാക്ക് പിറകിലാണ് വന്നത്, അപ്പോൾ ഗ്രീൻ പെൻ. ചുണ്ട് കൂട്ടണം. വൺ പേഴ്സൺ വൺ പേഴ്സൺ, ഓൺ ബസ്സസ് ഓൺ ബസ്സസ്, ഇൻ ബെഡ് ഇംബെഡ്, മെൻ മസ്റ്റ് മെം മസ്റ്റ്. ങ്ങാവുന്നു, ക ഗ എന്നിവയ്ക്ക് മുമ്പ് വരുമ്പോൾ ഇപ്പോൾ കീൻ കോമ്പറ്റീഷൻ, കാക്ക് മുമ്പാണ് എന്നെ വന്നത്, കീൻ കോമ്പറ്റീഷൻ. മോഡേൺ ഗെയിംസ് മോഡേൺ ഗെയിംസ്, ദെൻ ക്യാൻസൽ ദെൻ ക്യാൻസൽ. ഇനി എന്ന് ആവുന്നു, വാ ഡബ്ല്യു എഫിന് മുമ്പ് വരുമ്പോൾ ഓൺ വെനസ്ഡേ, വാക്ക് മുമ്പാണ് എന്ന് വന്നത്, ഓൺ വെനസ്ഡേ. ഫൈൻ വെദർ ഫൈൻ വെദർ, വെൻ വാസ് വെം വാസ്, ഇൻ ഫാക്ട് ഇൻഫാക്ട്. ഇനി എസ്സിനെ അസിമിലേറ്റ് ചെയ്യുന്നു, എങ്ങനെ? എസ് ഷ് എന്നാക്കുന്നു, ഷ് വൈ എന്നിവയ്ക്ക് മുമ്പ് എസ് വരുമ്പോൾ അത് ഷാവുന്നു. പർപ്പസ് ഷുഡ്, ഷാക്ക് മുമ്പ് എസ് വന്നു, പർപ്പസ് ഷുഡ്. ഹൂസ് ഷെയർ ഹൂ ഷെയർ, അൺലസ് യു അൺലസ് യു. ഇനി സെഡിനെ അസിമിലേറ്റ് ചെയ്യുന്നു, സെഡ് ഷ് എന്നാവുന്നു, ഷിന് വൈക്ക് മുമ്പ് വരുമ്പോൾ ഹിസ് ഷെയർ ഹിസ് ഷെയർ. യൂസ് യുവർ യൂസ് യുവർ, ലൂസ് യുവർ ലൂസ് യുവർ, ഡസ് ഷി ഡസ് ഷീ. ഇനി അസിമിലേഷൻ ഓഫ് എം എങ്ങനെയാണ്? എമ്മിങ്ങാവുന്നു, ക ഗ എന്നിവയ്ക്ക് മുമ്പ് വരുമ്പോൾ മീഡിയം കോൾഡ്, നോ മീഡിയം കോൾഡ്. സംഗസ് സംഗസ്, ഐ ആം കമ്മിങ് ഐ ആം കമ്മിങ്. സം ടോയ്സ് സൺ ടോയ്സ് എന്ന് പറയാൻ പാടില്ല, വാൺ ഡേ പറയാൻ പാടില്ല, അത് തിരിച്ച് ചെയ്യാൻ പാടില്ല. ഇനി ദ എസ് ഓർ സെഡ് ആവുന്നു, എസിൻ്റെയോ സെഡിൻ്റെയോ പിറകിൽ വരുമ്പോൾ. വിത്ത് സംബടി, എസിൻ്റെ മുമ്പത്ത് വന്നു, അപ്പോൾ എന്താണ്? വിത്ത് സംബടി. ബ്രീത്ത് സ്ലോലി ബ്രീത്ത് സ്ലോലി. സ്മൂത്ത് സി സ്മൂത്ത് സി. റിവേഴ്സ് പറ്റില്ല, അതായത് എസ് സെഡ് ആവില്ല ദാനോട് വരുമ്പോൾ. ഓക്കെ. ഇനി അസിമിലേഷൻ ഓഫ് ത എസ് ആവുന്നു ബിഫോർ എസ്, എസിൻ്റെ മുമ്പ് സാ വരുമ്പോൾ അത് താ വരുമ്പോൾ അത് എസ് ആവുന്നു. ബോത്ത് സെറ്റ്സ് ബോത്ത് സെറ്റ്സ്. വർത്ത് സം വേഴ്സം. നോർത്ത് സി നോ സി. സൗത്ത് സി സൗത്ത് സി. എമ്മിന് മുമ്പ് ബി വരുമ്പോൾ അത് എം ആയി മാറുന്നു. ഉദാഹരണത്തിന് സൂപ്പർബ് മെമ്മറി, എമ്മിന് മുമ്പാണ് ബി വന്നത്, സൂപ്പർബ് മെമ്മറി. അബ്സോർബ് മോയ്സ്ചർ അബ്സോർബ് മോയ്സ്ചർ. ഗ്ലിബ് മാനർ ഗ്ലിമാനർ. വി എം ആയി മാറുന്നു, വി എമ്മിന് മുമ്പ് വി വന്നാൽ അത് എം ആയി മാറുന്നു. സേവ് മണി സേവ് മണി. അച്ചീവ് മച്ച് അച്ചീവ് മച്ച്. ഐ ലവ് മൈ ഐ ലവ് മൈ. എബവ് മീ എബവ് മീ. ഇനി വി എഫ് ആവുന്നു. പ ട ക ച സ ഷ ഫ എന്നിവയ്ക്ക് പിറകിൽ വരുമ്പോൾ വി എന്താവുന്നു? എഫ് ആവുന്നു.
You have to do. You have to do. Have some. Have some. Brave child. Brave child. I have put it. I have put it. Active for. Active for. ഇനി ജി എന്നാവുന്നു, അതായത് എന്നിന് പിറകിൽ വരുമ്പോൾ. ബിഗ് നെയിം. ബിഗ് നെയിം. ഡിഗ് നിയർ. ഡിങ് നിയർ. ഡോഗ് നീഡ്സ്. ഡോഗ് നീഡ്സ്. ഇനി ഒരു വാക്കിനുള്ളിൽ തന്നെ അസിമിലേഷൻ നടക്കുകയാണ്. അഡ്മിറബിൾ. അഡ്മിറബിൾ. ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റ്. കൺക്ലൂഡ്. കൺക്ലൂഡ്. കോൺവെർസേഷൻ. കോൺവെർസേഷൻ. എൻകൗണ്ടർ. എൻകൗണ്ടർ. ഇനി സ്ട്രോങ്ങിനോടും വീക്കിനോടുമാണ് വേണ്ടത്. സ്ട്രോങ് ആയിട്ടുള്ള അസിമിലേഷൻ സ്ട്രോങ്ങിനോടാണ് വേണ്ടത്, ഒരിക്കലും വീക്കിനോട്. ഇപ്പോൾ പ ട ച ക ഫ സ ഷ ഷ ആ സ്ട്രോങ് കൺസണൻസ്. ബ ഡ ഗ വ അതൊക്കെ എന്താണ്, വീക്ക് കൺസണൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ട് ഡു യു ഡു. വാട്ട് ഡു യു ഡു. ഹോട്ട് ഡേ. ഹോട്ട് ഡേ. 8 days. 8 days. സ്ട്രോങ് വീക്കിനോടാണ് വേണ്ടത്. വീക്ക് ടു വീക്ക്, നോട്ട് ടു സ്ട്രോങ്. ദ ടു ത. ബിഫോർ ത. ദ ത ആവണം താൻ്റെ മുമ്പ് വരുമ്പോൾ. വിത്ത് താങ്ക്സ്. വിത്ത് താങ്ക്സ്. സ്മൂത്ത് തിങ്സ്. സ്മൂത്ത് തിങ്സ്. സ എസ് ബിഫോർ എസ്സിന് മുമ്പ് വരുമ്പോൾ. ഹിസ് സിസ്റ്റർ. ഹിസ് സിസ്റ്റർ. യൂസ് യുവർ. യൂസ് സം. യൂസ് യുവർ. വി എഫ് ആവുന്നു എഫിന് പിറകിൽ വരുമ്പോൾ. ഐ ഹാവ് ഫൗണ്ട് ഇറ്റ്. ഐ ഫൗണ്ട് ഇറ്റ്. ആക്റ്റീവ് ഫോർ. ആക്റ്റീവ് ഫോർ. ജെ ചീന്നാവുന്നു എസ്സിന് മുമ്പ് വരുമ്പോൾ. സ്ട്രെയിഞ്ച് സിസ്റ്റം. സ്ട്രെയിഞ്ച് സിസ്റ്റം. ഹ്യൂജ് സം. ഹ്യൂജ് സം. ഇനി പ്രോഗ്രസീവ് അസിമിലേഷൻ. എന്താ പ്രോഗ്രസീവ് അസിമിലേഷൻ? അക്രോസ് ദ റോഡ്. അക്രോസ് ദ റോഡ്. ഡിസ്കസ് ദ ഇഷ്യൂ. ഡിസ്കസ് ഇഷ്യൂ. ഇൻക്രീസ് ദ സ്പീഡ്. ഇൻക്രീസ് ദ സ്പീഡ്. റെക്കഗ്നൈസ് ദിസ്. റെക്കഗ്നൈസിസ്. ഓക്കെ. ഇനി കോലസെൻ്റ് അസിമിലേഷൻ. എന്ത് ഈ കോലസെൻ്റ് അസിമിലേഷൻ? ടി വൈ ചേർന്നാൽ ച് എന്നാവുന്നു. പുട്ട് യുവർ ഷർട്ട്. ടി വൈ ചേർന്നാൽ ചാവുന്നു. പുറ്റ് യുവർ ഷർട്ട്. ഫസ്റ്റ് യു ഷുഡ്. ഫസ്റ്റ് യു ഷുഡ്. ദാറ്റ് യെല്ലോ. ദാറ്റ് യെല്ലോ. ഡിഡിൻറ്റ് യു. ഡിൻജു. അങ്ങനെ കോലസെൻ്റ് ആവുന്നു. ഇനി ഡി പ്ലസ് വൈ ജു ആവുന്നു. കുഡ് യു. ഡി വൈ ആണ്. കുജു. വുഡ് യു. വുജു. ബിഹൈൻഡ് യുവർ. ബിഹൈൻഡ് യുവർ. ഹീ സെഡ് എസ്. ഹീ സേജസ്. ഇനി എസ് വൈ ഷ് എന്നാവുന്നു. റിലീസ് യുവർ ഗ്രിപ്പ്. റിലീസ് യുവർ ഗ്രിപ്പ്. വൺസ് യു ടോൾഡ്. വൺസ് യു ടോൾഡ്. ആസ് യു നോ. ആസ് യു നോ. അൺലെസ് യു. അൺലെസ് യു. എക്സ്പ്രസ് യുവർ. എക്സ്പ്രസ് യുവർ. ഇനി ചില ഇതിൽ ഡി അപ്രത്യക്ഷമാവുന്നു. ഇപ്പോൾ റോബ്ഡ് പീപ്പിൾ. റോബ് പീപ്പിൾ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ബോൾഡ് മൂവ്. ബോൾഡ് മൂവ്. സേവ്ഡ് മണി. സേവ് മണി. മൂഡ് ഫോർവേഡ്. മൂവ് ഫോർവേഡ്. കോൾഡ് വാട്ടർ. കോൾഡ് വാട്ടർ. ഇനി ടി ചിലപ്പോൾ ഡിസപ്പിയർ ചെയ്യുന്നു. നെക്സ്റ്റ് ബസ്. നെക്സ്റ്റ് ബസ്. ലാസ്റ്റ് ഡേയ്സ്. ലാസ്റ്റ് ഡേറ്റ്. ജസ്റ്റ് ഫോർ. ജസ്റ്റ് ഫോർ. പുഷ്ഡ് ബാക്ക്. പുഷ് ബാക്ക്. റഷ്ഡ് ബാക്ക്. റഷ് ബാക്ക്. ലുക്ക്ഡ് ബാക്ക്. ലുക്ക് ബാക്ക്. ടി അങ്ങ് ഇല്ലാതാവുന്നു. ഇനി എലീഷൻ. നമ്മൾ നേരത്തെ പഠിച്ചത് എലീഷൻ എന്ന്. അപ്പോൾ അസിമിലേഷൻ കഴിഞ്ഞു. ഇനി എലീഷനാണ്. എലീഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, പൂർണ്ണമായി ഇല്ലാതാക്കുക. ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ്. ഓൾറെഡി. ഓൾറെഡി. ഓൾസോ. ഓൾസോ. ഓൾ ടുഗദർ. ഓൾ ടുഗദർ. ഓൾവേസ്. ഓൾവേസ്. ഓൾദോ. ഓൾദോ. ഇതാണ് എലീഷൻ. ഇനി ലീ ഒഴിവാക്കുകയാണ്. സെർട്ടൻലി. സെർട്ടനി. ഇറ്റ് വിൽ ഓൺലി. ഇറ്റ് വിൽ ഓൺലി. LED ആണ്. ഫൈനൽ ഡിസിഷൻ. ഫൈനൽ ഡിസിഷൻ. കാഷ്വൽ റിമാർക്ക്. കാഷ്വൽ റിമാർക്ക്. ഐ വിൽ സി യു. ഐ സി യു. ഇനി 6 LED ആണ്. ഫോർ എവരി. ഫോർ എവരി. ഫോർ എനി. ഫോർ എനി. ഫോർ എ. ഫോർ എ. ഇനി അതർ എലീഷൻ. എക്സ്പ്ലെയിൻ. സ്പ്ലെയിൻ. ഇസ്പ്ലെയിൻ. സ്പ്ലെയിൻ. എക്സ്ചേഞ്ച്. ചേഞ്ച്. 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 എക്സ്ക്ലൂഡ്. സ്ക്ലൂഡ്. 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 എക്സ്പോർട്ട്. സ്പോർട്ട്. 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 അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് എലീഷൻ, അസിമിലേഷൻ, ഇൻസേർഷൻ. എന്താ ഇൻസേർഷൻ? മിൻസിങ് എന്ന് പറയുമ്പോൾ മിൻസിങ് എന്ന് പറയുന്ന പോലെ തോന്നും, ഒരു ടി ചേർക്കുന്ന പോലെ തോന്നും. ഇങ്ങനെയാണ് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിനിമയും ഇംഗ്ലീഷുകാരുടെ ഏത് ഡയലോഗും നമുക്ക് സംസാരിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, നമുക്കതേപോലെ സംസാരിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഡെയിലി സംസാരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.